സോണൽ കൃഷ്ണ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സോണൽ, 40 ഡിഗ്രിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു ചൂടല്ല. തൃശ്ശൂർ മാർക്കറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വെന്തുരുകുകയാണ് മനുഷ്യൻ. അപ്പോൾ ഇനിയിപ്പോ പൂരം അത് അടുത്ത ദിവസം നടക്കാൻ പോകുന്നു. എന്താണ് തൃശ്ശൂരിലെ സാഹചര്യം? ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അവരെങ്ങനെയാണ് ഇത് സഹിക്കുന്നത്? സോണൽ, റോഷി, ഞാൻ നിൽക്കുന്നത് വടക്കേ സ്റ്റാൻഡിന് സമീപമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൊട ചൂടി അല്ലാതെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കാരണം 40 ഡിഗ്രിയിൽ കൂടുതൽ ഇപ്പോൾ ചൂട് അനുഭവപ്പെടുന്നുണ്ട് തൃശ്ശൂർ എന്നുള്ളതാണ്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളൊക്കെ ഈ രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മൂലമാണ് അത്തരം അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം. അത് സ്ഥിരീകരിക്കുന്നതാണ്. കടുത്ത ചൂട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഒന്നും നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. എന്തായാലും ചൂട് അനുഭവിക്കുന്നതിൽ പ്രധാനം ഈ ഓട്ടോ ചേട്ടന്മാരാണ്. ചേട്ടാ, ഓട്ടോ ഓടിക്കുമ്പോൾ വലിയ ചൂട്, എല്ലാം ചൂടാണ്. ഇന്ത്യന്റെ ചൂട്, പുറത്തുള്ള ചൂട്, എന്താ അവസ്ഥ? നല്ല ചൂട് തന്നെയാന്ന്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചെറിയ തണല്ല, ഇപ്പൊ തണല്ലാന്ന്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഡബിൾ ചൂടാന്ന്. ഡബിൾ എന്നല്ല പറയും, എന്താ പറയാ, ഒരു കത്താണെന്നാ പറയുന്നത്. തൃശ്ശൂർ കത്ത് തന്നെയാന്ന്. ഇതേമാതിരി പോവാണെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. പൂരം കൂടി വരാ. പൂരത്തിൻ്റെത് അത് വേറെ. ശരിക്കും ഇന്നൊക്കെ ഈ സമയത്തൊക്കെ നല്ല ബ്ലോക്ക് വരേണ്ട സമയമാണ്. അത് ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ പൂരം മാറ്റാതിൻ്റെ ഇതില്ലോണ്ട് അത് ഉണ്ടായിട്ടില്ല എന്ന്. ഈ സമയത്തൊക്കെ പൂരമായതുകൊണ്ട് ഈ സമയത്തൊക്കെ വലിയ ബ്ലോക്ക് ഈ വടക്കേ സ്റ്റാൻഡിന്റെ മുൻപിലൊക്കെ അനുഭവപ്പെടുന്നതാണ്. പക്ഷേ ഈ ചൂട് കാരണം ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതും മറ്റൊരു വാസ്തവമാണ്. ചേട്ടാ, ചൂട് വലിയ ബുദ്ധിമുട്ടാ അല്ലേ? നല്ല ബുദ്ധിമുട്ടാ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കറുത്ത തുണിയൊക്കെ കെട്ടിയിട്ട് സുപ്രകാശം അടിയ, സൂര്യന്റെ പ്രകാശം കൈയൊക്കെ പൊള്ളണം. ഇല്ലേ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓട്ടോയ്ക്ക് മുന്നിൽ ഇത്തരത്തിൽ കറുത്ത തുണിയൊക്കെ, അതായത് പ്രകാശം നേരിട്ടടിക്കുന്നത് തടയാൻ വേണ്ടിയുള്ളതാണ് ഈ കാണുന്നത്. പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ട്. അത് കെട്ടിയ കൈ ചൂടത്തിരി കുറവുണ്ട്, കയ്യിലേക്ക് കേൾക്കുന്നത്. പിന്നെയൊക്കെ ചൂടാണ്. ടോപ്പൊക്കെ ആശ്വാസം. ഇവരെ സംബന്ധിച്ചൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ ഓട്ടോയ്ക്ക് വരെ കറുത്ത തുണി കൊണ്ട് മറച്ച് ആ കയ്യിലേക്ക് ചൂടടിക്കുന്നത് ഒഴിവാക്കാനുള്ള സ്ഥിതിയാണ്. ചേട്ടാ, ഈ ചൂട് കാരണം പൂരത്തിന് കോട്ടം സംഭവിക്കുമോ? ആളുകൾ എത്തുമോ? കുറവാവും. ഇതൊക്കെ ശരിക്കും ബ്ലോക്ക് വരേണ്ട സമയമായി. പിന്നെ ഈ അപകടം നടന്നില്ലേ, അതിൻ്റെ മെയിനായിട്ട് കത്തുന്ന ചൂടാണ് എന്നുള്ളത് പറയാതെ വയ്യ. തൃശ്ശൂർ ഇങ്ങനെ കത്തി നിൽക്കുന്ന സാഹചര്യമാണ്. എന്തായാലും നമുക്ക് നാളെയാണ് പൂരത്തിന്റെ സമയം, 25-ാം തീയതി. മറ്റന്നാൾ മുതൽ പൂരം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തും. എങ്ങനെയുണ്ട് ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? ചൂടാണ്, പക്ഷെ എത്ര ചൂടായാലും നമ്മൾ പൂരത്തിനുണ്ടാവും, ഉഷാറാക്കും. അതിനുവേണ്ടി നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഷോപ്പ് തന്നെ അടച്ചാൽ വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ട് വന്നിരിക്കുക. 10,000 ആ റൂം ബുക്ക് ചെയ്ത്. പക്ഷെ ഞാൻ ഇനിയിപ്പോൾ വിചാരിച്ച പോലെ എൻജോയ്മെന്റ് ഉണ്ടാവില്ല, എന്നാലും ഇവിടെ തങ്ങാം. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. ചൂടാ, ഒരു കുഴപ്പമില്ല. പൂരത്തിന് അങ്ങനെ സംഭവം എഴുന്നേത്ര മേളം കാക്കാൻ വരും, കാണാം. ഇങ്ങനെയാണ് പൂരം കാണാൻ വേണ്ടി എത്തിയ കുറച്ച് ആളുകളാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. എന്തായാലും ഈ ചൂടൊക്കെ ആണെങ്കിലും പൂരം കാണാൻ എത്തുന്ന ആളുകളിൽ കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവില്ല. പക്ഷേ ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഓട്ടോ ചേട്ടന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത്. റോഷിനി, സോണൽ, മനസ്സിലാവുന്നു പുറത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികൾക്കെല്ലാം വലിയ ദുരിതം തന്നെയാണ് ഈ ഒരു വേനൽക്കാലം. അത് ചൂട് കൂടുന്തോറും തൃശ്ശൂരിൽ നിന്ന് ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് കേൾക്കാം, കൈയൊക്കെ ചുട്ടുപൊള്ളുന്നു എന്നാണ് പറയുന്നത്.